നിങ്ങൾ ബിടെക് ഇലക്ട്രോണിക്സ് ഫസ്റ്റ് ക്ലാസ്സോട് കൂടി പാസ്സായിട്ടുള്ള ഉദ്യോഗാർത്ഥിയാണെങ്കിൽ 2025 നിങ്ങളെ കാത്തിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അവസരമാണ് ലെക്ചർ ഇൻ പോളിടെക്നിക് എന്ന് പറയുന്നത്. എന്നാൽ ഈ പോസ്റ്റിനെ കുറിച്ച് വരുന്ന സമയത്ത് എല്ലാ ഉദ്യോഗാർത്ഥികൾക്കിടയിലും വരുന്ന ഒരു കൺഫ്യൂഷനാണ്, ഒരു ഡൗട്ടാണ് എന്നെ ഈ ഒരു വീഡിയോ ചെയ്യാൻ പ്രേരിപ്പിച്ചത്. അതായത് നമ്മൾ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് വൈ ലെക്ചർ ഇൻ പോളിടെക്നിക് ഇലക്ട്രോണിക്സ് സോ ഏർലി എന്നുള്ളതാണ്. അതായത് നിലവിലൊരു റാങ്ക് ലിസ്റ്റ് നിലനിൽക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾക്കറിയാം, ഒരു PSCയുടെ ഒരു റാങ്ക് ലിസ്റ്റ് എന്ന് പറയുന്നതിന് 3 വർഷത്തെ വാലിഡിറ്റിയാണ് ടെക്നിക്കൽ എക്സാംസിന്റെ PSCയുടെ റാങ്ക് ലിസ്റ്റിനുള്ളത്. നിലവിലുള്ള റാങ്ക് ലിസ്റ്റ് ഇതുവരെ എക്സ്പയർഡ് ആയിട്ടില്ല. അപ്പൊ ഈ റാങ്ക് ലിസ്റ്റിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 95 അഡ്വൈസുകൾ എന്ത് ചെയ്തിട്ടുണ്ട്, നിലവിൽ പോയിട്ടുണ്ട്. 95 ആളുകൾക്ക് അഡ്വൈസ് പോയിട്ടുണ്ട്. ഈ റാങ്ക് ലിസ്റ്റ് അവസാനിക്കാൻ പോകുന്നത് 2025 ഡേറ്റ് എന്ന് പറയുന്നത്. 2025 എൻഡ് ചെയ്യാൻ പോകുന്ന ഒരു റാങ്ക് ലിസ്റ്റ് ഉള്ള സമയത്ത് ആ റാങ്ക് ലിസ്റ്റ് എക്സ്പയർഡ് ആകുന്നതിന് മുന്നേ പുതിയൊരു റാങ്ക് ലിസ്റ്റ് വരികയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ 2025 ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ ഈ റാങ്ക് ലിസ്റ്റ് തന്നെ ആയിരിക്കും പോകുന്നുണ്ടാവുക. പക്ഷെ ഇത്ര തിടുക്കപ്പെട്ട് PSCയിൽ വീണ്ടും ഒരു എക്സാം കണ്ടക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആലോചിച്ചാൽ തന്നെ മനസ്സിലാവും, 2026 2026, 27, 28 വർഷങ്ങളിൽ വരാൻ പോകുന്ന വേക്കൻസീസ് വളരെ കൂടുതലാണ്. എസ്പെഷ്യലി 2027 നല്ല രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട്, റിട്ടയർമെന്റുകൾ ഇലക്ട്രോണിക്സ് പോസ്റ്റിൽ വരുന്നത് കൊണ്ട് തന്നെയാണ് PSC വീണ്ടും പെട്ടെന്നൊരു എക്സാം കണ്ടക്ട് ചെയ്യാനുള്ള കാരണം. സാധാരണഗതിയിൽ PSCയുടെ പല പരീക്ഷകളിലും വലിയ രീതിയിലുള്ള ഒരു ഇയർ ഗ്യാപ്പുകൾ നമ്മൾ കാണാറുണ്ടെങ്കിൽ ഇത്തവണ ലെക്ചർ ഇൻ പോളിടെക്നിക്കിന് അങ്ങനെ ഒരു ഗ്യാപ്പ് വന്നിട്ടില്ല. വളരെ നേരത്തെ തന്നെയാണ് ഇത് എക്സാം വന്നിരിക്കുന്ന കാര്യത്തിൽ സംശയമില്ല. അത് ഇലക്ട്രോണിക്സ് വരെ സംബന്ധിച്ചിടത്തോളം ഒരു ബിഗ് ഓപ്പർച്യൂണിറ്റിയാണ്. ഒരിക്കലും നിങ്ങൾ മിസ് ചെയ്യാൻ പാടില്ല. നല്ല സാലറിയോട് കൂടി സോഷ്യലി റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റിയാണ് ലെക്ചർ ഇൻ പോളിടെക്നിക് എന്ന് പറയുന്നത്. അപ്പോൾ അത് നേരത്തെ വരാനുള്ള കാരണം ഒരുപാട് വേക്കൻസീസ് വരും വർഷങ്ങളിൽ വരാനിരിക്കുന്നത് മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് കേരള PSCയുടെ ഭാഗത്തു നിന്ന് ഇങ്ങനൊരു മൂവ്മെന്റ് സംഭവിച്ചിരിക്കുന്നത്. സോ ഈ ഒരു അവസരം എന്ന് പറയുന്നത് 2025 ഒരു മികച്ച അവസരമായിട്ട് കണ്ടുകൊണ്ട് തന്നെ നിങ്ങളുടെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യണം. സോ ഇത് എവിടെ തുടങ്ങണം, എങ്ങനെ തുടങ്ങണം, സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കൃത്യമായിട്ടുള്ള പ്ലാനിങ്ങോട് കൂടി പഠിക്കാൻ ഒരു എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള സ്റ്റഡി പ്ലാനും ഏറ്റവും മികച്ച മെന്റർഷിപ്പും ഹൈ ക്വാളിറ്റി വീഡിയോ റെക്കോർഡർ കണ്ടന്റ്സുമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇലക്ട്രോണിക്സ് ബാച്ചിൽ ലെക്ചർ ഇൻ പോളിടെക്നിക്കിനായി ഒരുക്കി വെച്ചിരിക്കുന്നത്. ഞങ്ങളോടൊപ്പം ചേർന്ന് പഠിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എൻട്രിയുടെ ലെക്ചർ ഇൻ പോളിടെക്നിക് കോഴ്സിൽ ജോയിൻ ചെയ്യുക, നിങ്ങളുടെ പഠനം ആരംഭിക്കുക. കൂടുതൽ വിവരങ്ങൾക്ക് വേണ്ടിയിട്ടും കോഴ്സിൽ ജോയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടും താഴെ കൊടുത്തിരിക്കുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക. ഞങ്ങളുടെ ഈ ഒരു ടീം എന്ന് പറയുന്നത് കഴിഞ്ഞ കാലങ്ങളിൽ ഒരുപാട് റിസൾട്ടുകൾ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ടീമാണ്. ലെക്ചർ ഇൻ പോളിടെക്നിക് ഇലക്ട്രിക്കലിലും അസിസ്റ്റന്റ് പ്രൊഫസർ ഇലക്ട്രിക്കലൊക്കെ ഇതിനോടകം ടോപ്പ് റാങ്ക്, അസിസ്റ്റന്റ് പ്രൊഫസറിൽ ആദ്യ 10 റാങ്കിൽ 5 റാങ്കും, അതേപോലെ തന്നെ ലെക്ചർ ഇൻ പോളിടെക്നിക്കിൽ ആദ്യ 20ൽ 8ഓളം റാങ്കുകളും എൻട്രിയുടെ ഉദ്യോഗാർത്ഥികൾ നേടിയെടുത്തിട്ടുണ്ട്. സോ ഇതൊരു മികച്ച അവസരമാണ്. അതേ പാറ്റേൺ അതേ രീതിയിൽ തന്നെ ആയിരിക്കും നമുക്ക് ലെക്ചർ ഇൻ പോളിടെക്നിക് ഇലക്ട്രോണിക്സിലും വരാൻ പോകുന്നത്. സോ മികച്ച അധ്യാപകരുടെ മികച്ച ക്ലാസ്സസ് ആയിരിക്കും ലെക്ചർ ഇൻ പോളിടെക്നിക് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത്. അപ്പം ഞങ്ങളോടൊപ്പം ചേർന്നുകൊണ്ട് 2025 നിങ്ങൾ പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക, പഠനം ആരംഭിക്കുക. വിഷ് യു ഓൾ ദ ബെസ്റ്റ്.